station. Ideal World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ് അടുത്തതായി. ഫോക്ക് ബേസ് സോങ് റൗണ്ടുമായി എത്തുന്നു ഫിഡൽ. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ ഫിഡൽ. ഫിഡൽ, എന്താണ് ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏത് സോങ് ആണ്? മുക്കുറ്റി തിരുതാളി. തീരെ തളർന്നു പോയോ? ഇല്ല. മേക്കപ്പ് ചെയ്ത് കുറച്ചു നേരം തളർന്നു പോയി? ഇല്ല. പാടാനുള്ള എനർജി ഉണ്ടല്ലോ. ഏതായിരുന്നു സോങ്? മുക്കുറ്റി തിരുതാളി, ആരവൻ എന്ന മൂവിയില്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. കാടും പടലും പറിച്ചു കെട്ടിത്താ. ഓഹോ, മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്താ. കാടും പടലും പറിച്ചു കെട്ടിത്താ. ഓഹോ, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. കാടും പടലും പറിച്ചു കെട്ടിത്താ. പറിച്ചു കെട്ടിത്താ. കെട്ടിത്താ ടിത്താ തത്തക തക 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 തക. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. അക്കം പക്കം അച്ചൻ കൊമ്പത്ത്, അക്കം പക്കം അച്ചൻ കൊമ്പത്ത്. പൂവാ കുറുന്തര പുന്നര പറമ്പിലെ കൂണിന്റെ കൂടെ നിൽക്കും പുന്നാരത്താലം. പൂവാ കുറുന്തര പുന്നര പറമ്പിലെ കൂണിന്റെ കൂടെ നിൽക്കും പുന്നാരത്താലം. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. കാടും പടലും പറിച്ചു കെട്ടിത്താ. പറിച്ചു കെട്ടിത്താ. കെട്ടിത്താ ടിത്താ തത്തക തക 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 തക. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. അയ്യനും അമ്മനും നോക്കി നിൽക്കും മാമല രണ്ട്. പൂത്തു നിൽക്കും മാമല രണ്ട്. തീപ്പനിക്കും രാപ്പനിക്കും പുതച്ചു നിൽക്കാൻ മഞ്ഞുണ്ട്. അയ്യനും അമ്മനും നോക്കി നിൽക്കും മാമല രണ്ട്. പൂത്തു നിൽക്കും മാമല രണ്ട്. തീപ്പനിക്കും രാപ്പനിക്കും പുതച്ചു നിൽക്കാൻ മഞ്ഞുണ്ട്. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. അക്കം പക്കം അച്ചൻ കൊമ്പത്ത്, അക്കം പക്കം അച്ചൻ കൊമ്പത്ത്. മാനാകലയുടെ കല്യാണക്കന്നിക്ക് കൂമനും കുറുമനും ഏരപ്പത്താലം. മാനാകലയുടെ കല്യാണക്കന്നിക്ക് കൂമനും കുറുമനും ഏരപ്പത്താലം. കാടിന്നുണങ്ങിയ ചെമ്പുല്ലിൽ വീശുന്ന കൂടത്ര കുളിരിന്റെ കാറ്റാടിത്താലം. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. കാടും പടലും പറിച്ചു കെട്ടിത്താ. പറിച്ചു കെട്ടിത്താ. കെട്ടിത്താ ടിത്താ തത്തക തക 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 തക. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം.
നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഫിഡൽ. താങ്ക് യു. പാടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി, ഇത് ഫോക്ക് റൗണ്ട് ആണോ കോമഡി റൗണ്ട് ആണോ എന്ന് മനസ്സിലായി. നമ്മുടെ കൊറിയോഗ്രാഫേഴ്സ് അവർക്ക് വലിയൊരു കൈയടി കൊടുക്കാം. ഒരുപാട് നമ്മളെ എന്റർടൈൻ ചെയ്യിച്ചു. തീർച്ചയായിട്ടും അവരുടെ കോസ്റ്റ്യൂമിന് നല്ലൊരു കൈയടി. അതെ, കൊടവയറും എല്ലാം സൂപ്പർ ആയിരുന്നു. ഇനി നമുക്ക് ഈ സോങ്ങിന്റെ കമന്റ്സ് അറിയാം. ബിചേട്ടാ. ഫിഡൽ ഹായ് സർ. ഉഗ്രനായിരുന്നു കേട്ടോ, താങ്ക് യു സർ. അസലായിരുന്നു. ആദ്യമായി മേക്കപ്പ് ഇല്ലാതെ ഈ വേദിയിൽ വന്നതിന് വളരെ നന്ദി. സാർ ഇത് ഡൾ മേക്കപ്പ് ചെയ്തതാണ്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാ. ഏതായാലും അതിഗംഭീരമായിരുന്നു മോനെ കേട്ടോ, പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നിയില്ല, അത്ര കൃത്യമായിട്ടാണ് മോൻ പാടിയത്. അതിന്റെ വാക്കുകൾ പറഞ്ഞതും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒട്ടും ചോരാതെ മോൻ ആദ്യം തൊട്ട് അവസാനം വരെ പാടി. കാവാലം നാരായണ പണിക്കർ സാറ് എഴുതിയതാണ്. MG രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക് അല്ലെ, ഭരതൻ സംവിധാനം ചെയ്ത ആരവം അല്ലെ, സിനിമയിലെ നെടുമുടി വേണു സാറാണ് ഇത് പാടി അഭിനയിക്കുന്നത്. ഒരു മലയാളികളുടെ ഒരു എക്കാലത്തെയും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു നാടൻ പാട്ട്, നാടൻ ഇനത്തിലുള്ള പാട്ടാണ്. എന്തായാലും അതിമനോഹരമായിട്ട് പാടി. ഇത് സെലക്ട് ചെയ്ത് അനൂപ് സെലക്ട് ചെയ്തതിന് വളരെ നന്ദി. കാരണം ഇത് ഒരിക്കലും നാടൻ പാട്ടൊന്നും പെട്ടെന്ന് ഒരു റാൻഡമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും മനസ്സിൽ വരാത്ത ഒരു പാട്ടായിരിക്കണം. പക്ഷെ എന്നാൽ ഇത് ഏറ്റവും ആദ്യം കടന്നു വരേണ്ട പാട്ടുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെ സന്തോഷം. മോന് അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. മോന് അസലായിട്ട് പാടി ഈ പാട്ട്. പിന്നെ എന്തുകൊണ്ട് ഈ പാട്ടിന് ഈ കോസ്റ്റ്യൂം ആണോ? ശരിക്കും സിനിമയിൽ ഇങ്ങനെയായിരിക്കും അല്ലേ? ആ, അത് ശരി. ഇത്ര ഇങ്ങനെ വടിയും കുത്തി നിന്ന് വിഷമിച്ച് നിന്നിട്ട് പാടുന്ന പാട്ടാണോ എന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചി സിനിമയില് തോക്കാണ് ഉപയോഗിച്ചത് വടിക്ക് പകരം. ആ, പക്ഷെ തോക്ക് എനിക്ക് പൊന്തൂല. തോക്ക് ഇല്ലല്ലോ കയ്യിലില്ല, അച്ഛനൊന്നും എടുത്തു വെച്ചിട്ടില്ലല്ലോ അല്ലേ? അതെ. പിന്നെ എന്താ പറയാ, രസമായിട്ട് പാടി. ആ ഒരു ജോഷ്, നമുക്കൊരു എന്താ പറയാ, ഒരു എനർജറ്റിക് ആയിട്ട്, പ്രത്യേകിച്ച് ഈ ടൈപ്പുള്ള പാട്ടൊക്കെ മുക്കുറ്റി തിരുതാളി നാടും മഴയും അങ്ങനെ പാടിക്കഴിഞ്ഞാല് ഒന്നും തോന്നില്ല. മോൻ പാടി ആ ഒരു എനർജി ഭയങ്കര രസമായിരുന്നു. മുക്കുറ്റി തിരുതാളി കാടും മലയും പറിച്ചു കെട്ടിത്ത ആ ഒരു എല്ലാവർക്കും ഒരു എന്താ പറയാ, ഈ പാട്ട് എപ്പോഴും ഞാൻ ഒത്തിരി കേട്ടേക്കുന്നത് സിനിമയിലെ വിഷ്വലല്ല. കാവാലം ശ്രീകുമാർ ചേട്ടൻ എല്ലാ സ്റ്റേജിലും അദ്ദേഹം ഈ പാട്ട് പാടിയിട്ട് ഒരുപക്ഷെ എല്ലാവർക്കും ഈ പാട്ട് അദ്ദേഹത്തിലൂടെയാണ് കേട്ടേക്കുന്നത്. വീണ്ടും ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ ഒരുപക്ഷെ ഒരു കുട്ടി ഇത് പാടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ ഭംഗിയായിട്ട് അതിന്റെ 4 വരി മൊത്തം ഞാൻ കേട്ടുള്ളൂ. പക്ഷെ ഒരു ഫുൾ സോങ് ആയിട്ട് നമ്മളത് ഭയങ്കര രസകരമായിട്ട്, ഇനി ഇത് കേൾക്കുന്ന ആർക്കും വീണ്ടും ഇത് അടുത്ത വേദികളിലൊക്കെ പാടാൻ പ്രചോദനം തന്നെയായിരിക്കും ഫിഡൽ എന്ന് പറഞ്ഞ ഈ പാവപ്പെട്ട കുട്ടി, ഈ ഡ്രസ്സിൽ ഈ നിൽക്കുന്ന ഈ കുട്ടി കേട്ടോ. ഓക്കെ മോനെ, ശരി, താങ്ക് യു. ഡാൻസേഴ്സിന് നല്ലൊരു ഗൈഡ് കൊടുക്കണം അവരുടെ കോസ്റ്റ്യൂമിന്. ഫിഡൽ, ഹായ് സർ. ആരവം എന്ന സിനിമയ്ക്ക് വേണ്ടി MG രാധാകൃഷ്ണൻ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച് കാവാലം നാരായണ പണിക്കർ അവർ എഴുതി ദാസേട്ടൻ പാടിയ ഒരു വളരെ എന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അതിസുന്ദരമായ ഗാനം. ശരിക്ക് ആ ഫോക്ക് ലോർ നമുക്ക് രാധാകൃഷ്ണൻ ചേട്ടനാണ് ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള പാട്ടുകൾ. രാഘവ മാഷ പോലെ തന്നെ, രാഘവ മാഷക്ക് ശേഷം ഒരുപക്ഷെ മോൻ അസലായിട്ട് പാടിയെന്നവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഈ ഇങ്ങനത്തെ പാട്ടുകൾ എടുത്തു പാടുമ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഒരു സിംഗറെ സംബന്ധിച്ച് അതിന്റെ ഒരു എനർജി ലെവലിന്റെ ഒരു ബാലൻസ് ഉണ്ട്. അത് കുറച്ച് കൂടി പോയത് ഒരു നിലവിളിയായി മാറും, കുറഞ്ഞും പോരുത്. അതിന്റെ ഒരു പെർഫെക്റ്റ് ഒരു റേഷ്യോ ഉണ്ട്. ആ എനർജി നിങ്ങൾ കൊടുക്കേണ്ട ആ ലെവലിന്റെ ഒരു അളവ് അത് വളരെ കറക്റ്റ് ആയിരുന്നു മോനൊന്ന് പാടിയതിൽ. അതാണ് ഏറ്റവും വലിയ സക്സസ് ഈ പാട്ടിന്. ഈ പാട്ട് ഞാൻ കാവാലം ശ്രീകുമാർ ചേട്ടൻ കൂടാതെ കുറെ എന്താണ് പറയാ അമച്വർ സിംഗേഴ്സ് ഒക്കെ ഈ പാട്ട് ചിലപ്പോൾ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട് ഈ വേദികളിൽ. അപ്പോഴൊക്കെ നിലവിളിയായിട്ട് മാറുകയാണ് പതിവ്. ഒരു സിനിമയിൽ ഒരു എക്സെൻട്രിക് ക്യാരക്ടറാണ്. ഇപ്പൊ നെടുമുടി വേണു എന്ന മഹാനായ നടൻ നമുക്ക് സമ്മാനിച്ച ഒരു ഗാനരംഗമാണ്. അദ്ദേഹം അഭിനയിച്ചത് ഒരു എക്സെൻട്രിസിറ്റിയോട് കൂടിയാണ് ഈ ഗാനരംഗത്ത്. അപ്പോ അതിന്റെ ഭംഗി ചോരാതെ മോൻ ഇവിടെ പ്രസന്റ് ചെയ്തു. ഇത്രയും മനോഹരമായ ഒരു പ്രസന്റേഷന് കണ്ണ് തട്ടാതിരിക്കാൻ മാത്രം 2 സ്ഥലത്ത് ചെറിയൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു. ഒന്ന് അക്കം പക്കം എന്ന നോട്ട് ഒരു സ്ഥലത്ത് എത്തിയില്ല. പിന്നെ തീപ്പന രാപ്പൻ എന്ന സ്ഥലത്ത് കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. വേറെ എടുത്തു പറയത്തക്ക ഒരു ഫ്ലോസും പാട്ടിലില്ല. എന്തുകൊണ്ടും വളരെ ബ്രില്യന്റ് ആയ ഒരു പെർഫോമൻസ്. കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ തന്നെ തുടർന്നും പാടുക, ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അനൂപേട്ട. ഫിഡൽ, നല്ല കമന്റ്സ് ആണ്. ഇനി മാർക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിചേട്ടാ, on 30 29.4. താങ്ക് യു ചേട്ടാ. ഗ്രേറ്റ് സ്കോർ.
എന്റെ എക്സ്പ്രഷന് 3. താങ്ക് യു വിജേട്ടാ. റീം ചേച്ചി? വിജേട്ടാ ഹയസ്റ്റ് സ്കോറാന്ന് തോന്നുന്നല്ലേ? ശരിക്കും ഞാനും ഞെട്ടി. 29.25. ഫിഡൽ എന്ത് വേണം? അപ്പൊ ഒരു കാര്യം, ഞാൻ തരണില്ല. അല്ലെങ്കിൽ ഞാനും കൂടെ തന്നു കഴിഞ്ഞാ തികഞ്ഞു പോയാലോ. ഇനി മാർക്ക് ഇല്ല തരാം കേട്ടോ. അല്ല ചേച്ചി, മാർക്ക് വേണം. ഇപ്പൊ വില്ലത്തരം പുറത്ത് തരാട്ടാ, തരാം. ഈ പാട്ട് ഇതിന്റെ മാക്സിമം പെർഫെക്ഷനിൽ മോൻ പാടി. അതുകൊണ്ട് 28.75. താങ്ക് യു ചേച്ചി. ഓൺ 3. On 3. താങ്ക് യു ചേച്ചി. ഓക്കെ, 3. അനുവേട്ടാ? ഫിഡൽ, ഞാനും 28.75 out of 30. Style, attitude and performance was very good. That is, your score is 3.75 out of 4. താങ്ക് യു അനുവേട്ട. ഫിഡൽ, ടോട്ടൽ സ്കോർ പറയാൻ വളരെയധികം സന്തോഷമുണ്ട്. 96.5 on 100. സെമി ഫൈനൽ സ്റ്റേജിൽ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് സ്കോർ. സന്തോഷായില്ലേ? ചിരിക്കാൻ ഒരു മടിയില്ലേ? അനുവേട്ടന് പാട്ട് സെലക്ട് ചെയ്ത് തന്നേനും പിന്നെ കൊറിയോഗ്രാഫർ ചേട്ടന്മാർക്കും ഡാൻസിന്റെ ചേട്ടന്മാർക്കും നന്ദി പറയുന്നു. ഓക്കെ, ഒരുപാട് താങ്ക്സ് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം. ഫിഡൽ, ഇത് നല്ല പെർഫോമൻസുമായിട്ട് വരാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ വളരെ വാശിയേറിയ മത്സരമാണ് നമ്മുടെ മത്സരാർത്ഥികൾ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നല്ല നല്ല പെർഫോമൻസുകളിനായി അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണം. എനിക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി ഞാൻ ഒരു കാര്യം റിമൈൻഡ് ചെയ്യുന്നു. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് എപ്പോഴും നിങ്ങൾക്ക് ഒരു റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി ആയിരിക്കും. ബൈ സേയിങ് ദാറ്റ്, ദിസ് ഇസ് മീ മേഘ്ന ഓവറിംഗ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ ITL വേൾഡ്.